കഴിഞ്ഞ വർഷം ഈ മാമ്പഴത്തിൻ്റെ ഒക്കെ നല്ല സീസണുള്ള സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും മാമ്പഴം ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ നമ്മുടെ മഞ്ചേരിയിൽ നിന്ന് തിരിച്ചു വരുന്ന ഹൈവേന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഒരു ഏരിയയിലെത്തിയ സമയത്ത് നിറയെ മാമ്പഴങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ആൾക്കാർ വിൽക്കുന്നുണ്ട്, കുറേ ആളുകളുണ്ട് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ഞാൻ വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഒരാൾ കൈൻ്റെ അകത്ത് ഈ മാമ്പഴം എന്ത് ചെയ്തിട്ടുണ്ട്, മുറിച്ച് കയ്യിലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരാൾ പറയുന്നുണ്ട്, നമ്മൾക്ക് വല്യമ്മമാരൊക്കെ പണ്ട് കളിച്ചു വരുന്ന സമയത്ത് നമുക്ക് തന്നപ്പോൾ ആ തേനൂറുന്ന മാമ്പഴമല്ല, അതാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് ആൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. അവിടെ കൂടുതൽ ആൾക്കാരും ഉണ്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും അവിടെ പോയിട്ട് കുറച്ച് മാമ്പഴമൊക്കെ അവിടെ നിന്ന് മേടിച്ചു. തൊട്ടിപ്പുറത്ത് ഇതിനേക്കാളും നല്ല വൃത്തിയിൽ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ട് ഒരു കച്ചവടക്കാരപ്പുറത്തിരിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ അടുത്ത് കൂടുതൽ ആൾക്കാരൊന്നുമില്ല. അപ്പം ഞാൻ ആളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല ഇതിന് നല്ല മധുരമൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞ മോനെ, അത് ഞാൻ തോട്ടത്തിൽ ഉണ്ടാക്കുന്നതാണ്, അത് ഓർഗാനിക്കാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ മധുരമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ മധുരം ഉണ്ടാവും, കുറച്ച് മധുരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് മേടിച്ചു. അങ്ങനെ വീട്ടിൽ വന്ന് മാങ്ങയൊക്കെ എടുത്ത് കഴിക്കാൻ നോക്കിയ സമയത്ത് ഈ രണ്ടാമത് വാങ്ങിയ ആളടുത്ത് നിന്നുള്ള മാമ്പഴത്തിനായിരുന്നു ഏറ്റവും നല്ല മധുരം ഉണ്ടായിരുന്നത്. ആദ്യത്തെ ആളടുത്ത് നിന്ന് വാങ്ങിച്ചത് കുറച്ച് മധുരമുള്ളതും കുറച്ച് മധുരമില്ലാത്തതും. ഇതിൽ വലിയൊരു ലെസണുണ്ട്. ഇവിടെ ശരിക്കും ആരാ സത്യം പറഞ്ഞ്? രണ്ടാമത് പറഞ്ഞ ആൾ സത്യം പറഞ്ഞു അല്ലേ? പക്ഷെ ഞാൻ വിശ്വസിച്ചത് എന്താ? ആദ്യത്തെ ആൾ പറഞ്ഞ ഒരു കളവിനെയാണ് ഞാൻ വിശ്വസിച്ചത്. നമുക്ക് കൺഫ്യൂസ് ആവുന്ന ട്രൂത്തിനേക്കാളും ഒരാൾ വിശ്വസിക്കുക എന്താ? ഒരു ക്ലിയർ ലൈ ആണ്, കളവാണ് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ അകത്തേക്ക് വരിക. നമ്മൾ പല സമയങ്ങളിലും നമ്മൾ കസ്റ്റമർ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്തായിരിക്കും ശരി ഉണ്ടാവുക. പ്രശ്നങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ ഇവരൊന്ന് ബാക്കിലോട്ട് പോവുകയാണ് അല്ലേ? നേരെ മറിച്ച് ആ പറയുന്ന പ്രശ്നങ്ങളെ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയാലോ, അവർ നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യും? ഈ സാധനങ്ങൾ മേടിക്കും. ഈ ആൾക്ക്, ഈ മാമ്പഴം വിറ്റ ആൾക്ക് എന്നോട് പറയായിരുന്നു, മോനെ നീ കൊണ്ടുപോയി നോക്ക്, കുറേ എണ്ണമൊക്കെ മധുരമുള്ളത് തന്നെയാണ്, മധുരം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യുമായിരുന്നു, ഞാൻ കുറച്ചുകൂടി കൂടുതൽ മേടിക്കുമായിരുന്നു അവിടെ. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം നമ്മളെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്. കൺഫ്യൂസ്ഡ് അല്ലാത്ത കാര്യങ്ങൾ പറയുക, കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കുക.